മുമ്പെങ്ങുമില്ലാത്ത വിധം സുരക്ഷയുള്ള ഒരു ഹജ്ജ് കാലമാണ് ഇവിടെ പൂർത്തിയാകുന്നത്. മക്ക നിവാസികൾക്ക് പോലും അവിശ്വസനീയമാം വിധമായിരുന്നു ഇത്തവണത്തെ സുരക്ഷാ പരിശോധന. അതിൻ്റെ ഗുണം ഹജ്ജിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതീവ സുരക്ഷാ വലയത്തിലായിരുന്നു ഇത്തവണത്തെ ഹജ്ജ് കാലത്ത് മക്കയും പുണ്യസ്ഥലങ്ങളും. അനധികൃതമായി മക്കയിലേക്ക് പ്രവേശിക്കുന്നവരെ തടയാൻ മുമ്പൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇത്തവണയുണ്ടായിരുന്നത്. മരുഭൂമിയിലൂടെയും വനം പ്രദേശങ്ങളിലൂടെയും ദുർഘടപാതകളിലൂടെയും സഞ്ചരിച്ച് മക്കയിലേക്ക് ആളുകളെ എത്തിക്കുന്ന ഏജന്റുമാരുണ്ട്. അവരെ എല്ലാവരെയും നിരീക്ഷിക്കുവാനും പിടികൂടുവാനും പഴുതടച്ച നിരീക്ഷണം ഇത്തവണയുണ്ടായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരിട്ടെത്താൻ കഴിയാത്ത പ്രദേശങ്ങളിൽ നിരീക്ഷിക്കാനായി മികച്ച സാങ്കേതിക വിദ്യകളുടെ സഹായവും ഇത്തവണ ഉപയോഗിച്ചു. ഡ്രോണുകളും പ്രത്യേക വിമാനങ്ങളും ഇതിനായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പേരാണ് ഈ ആകാശ നിരീക്ഷണത്തിലൂടെ പിടിയിലായത്. കൺട്രോൾ റൂമുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഡ്രോണുകളുടെ പ്രവർത്തനം. അനധികൃതമായി മക്കയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നവരെ ഡ്രോണുകളുടെ സഹായത്തോടെ നിരീക്ഷിക്കുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആളുകളെ നിരീക്ഷിക്കുന്ന ഡ്രോണിന് അവരുടെ വിവരങ്ങളും ലൊക്കേഷനും സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ വിവരങ്ങളുമെല്ലാം തത്സമയം രേഖപ്പെടുത്താനാകും. ഇതുവഴിയാണ് വാഹനങ്ങളെ ട്രാക്ക് ചെയ്യുന്നതും പിന്നാലെ പിടികൂടുന്നതും. കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് നിയമലംഘകരുടെ സ്ഥാനം കണ്ടെത്തുകയും ബന്ധപ്പെട്ട ഫീൽഡ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയുമാണ് ചെയ്യുക. ഇതനുസരിച്ച് ഫീൽഡ് ഉദ്യോഗസ്ഥർ മിനിറ്റുകൾക്കകം നിയമലംഘകരെ വളഞ്ഞിട്ട് പിടികൂടും. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇത്തവണ മക്കയിലേക്കുള്ള പ്രവേശനം ഹാജിമാർക്ക് മാത്രമായി നിയന്ത്രിച്ചിരുന്നു. സന്ദർശന വിസയിലുള്ളവരെ അടക്കം മക്കയിൽ നിന്ന് പുറത്താക്കി മക്ക നഗരി പൂർണ്ണമായും ഹാജിമാർക്ക് മാത്രമാക്കി ഒരുക്കി. പിന്നീട് പിടികൂടുന്നവർക്കെല്ലാം മക്കയിലേക്ക് ആജീവനാന്ത വിലക്കോടെയാണ് ഇവിടെ നിന്നും മടക്കി അയക്കുന്നത്. വിസിറ്റ് വിസയിലെത്തുന്നവരും പെർമിറ്റ് ഇല്ലാത്തവരും ഹജ്ജിനായി കടന്നുകൂടുന്നത് ഹജ്ജ് കാലങ്ങളിൽ വ്യാപകമായിരുന്നു. അതിന് കത്രിക പൂട്ടിട്ടതായിരുന്നു ഇത്തവണത്തെ ഹജ്ജ് കാലം.